എപ്പോൾ ലുലു പോയാലും കിട്ടാത്തവരായിട്ട് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ ദുരിയൻ ഫ്രൂട്ട്. അപ്പോൾ അത് എടുത്തതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റാണ് നിങ്ങൾ ഈ കാണുന്നത്. കൈ മൊത്തം ഭയങ്കര പാടായി, അത്രയും മുള്ളാണ് ഇതിനുള്ളത്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്യുന്നത് ഒന്ന് നോക്കാം കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഫ്രൂട്ട് കഴിക്കുന്നത്. ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഇത് പറയാം കേട്ടോ എങ്ങനെയാണ്. ഇത് കട്ട് ചെയ്ത് 2 പീസ് ആക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ 4 പീസ് അപ്പുറം ഇപ്പുറം കാണത്തുള്ളായിരിക്കുന്നു. പക്ഷേ ഇത് മുറിച്ച് കഴിഞ്ഞാൽ ഇനിയും അതിനകത്ത് കുറേ പീസസ് ഉണ്ടാവും. ഞാൻ പറഞ്ഞു കാണാം. ഇതിന് സഹിക്കാൻ പറ്റാത്ത സ്മെല്ലെന്നൊക്കെയാണ് കുറേ വീഡിയോസിലൊക്കെ റിവ്യൂ ഒക്കെ കണ്ടത്. അപ്പോൾ എനിക്ക് അത്ര ഭയങ്കരമായിട്ട് സഹിക്കാൻ പറ്റാത്തതായിട്ടൊന്നും തോന്നിയില്ല. അത്യാവശ്യം നമുക്ക് പറ്റുന്ന രീതിയിലുള്ള സ്മെല്ലാണ് കേട്ടോ. ഇതിൻ്റെ ബാഡ് സ്മെല്ലെന്ന് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉള്ളിയുടെയൊക്കെ ഒരു സ്മെല്ലില്ലേ, ആ ഒരു സ്മെല്ലാണ്. അല്ലാതെ വലിയ ബോറായിട്ടൊരു സ്മെല്ലൊന്നും അല്ല. അത് കാണാനും നല്ല ഭംഗിയുണ്ട്. ഈ ഒരു ജാക്ക് ഫ്രൂട്ടൊക്കെ പോലെ തന്നെ കാണാൻ നല്ല രസമുണ്ട്. ചില പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ പിന്നെ ചില ഹോട്ടൽസിലൊന്നും ഇത് അലൗഡ് അല്ല കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ട്. ഇതിൻ്റെ സ്മെല്ല് കാരണം ബാൻഡാണ്. ഈ ഫ്രൂട്ട് നല്ല സോഫ്റ്റാണ് കേട്ടോ, ഭയങ്കര ക്രീമി പോലെയാണ്. ആർക്കായാലും കഴിക്കാൻ തോന്നി പോട്ടോ, കയ്യിൽ പിടിച്ചാൽ തന്നെ അത്രയും ഭയങ്കര സോഫ്റ്റാണ് സംഭവം. സീഡ് വന്നിട്ട് ഏതാണ് ജാക്ക് ഫ്രൂട്ടിൻ്റെ അതേപോലെ തന്നെയാണ് കാണാൻ. ഇപ്പം ജീവിതത്തിൽ ആദ്യമായിട്ട് ദുരിയൻ ഫ്രൂട്ട് കഴിക്കാൻ പോകണം. അപ്പം ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം ഇതിൻ്റെ ഒരു പീസ് എടുക്കുക. വിചാരിച്ചത്ര ബോറല്ല. മീൻസ് ഞാൻ വിചാരിച്ചതൊരു ടേസ്റ്റ് ഒന്നുമില്ല, ഭയങ്കര സ്മെല്ലാണെന്നുള്ള ഒരു ഇതിലിരിക്കുകയായിരുന്നു. പക്ഷെ കഴിച്ചു വന്നപ്പം അടിപൊളി സാധനം, ഒരുപാട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഫീൽ ചെയ്തത് ഒരു ബട്ടറി ഫീലാണ്. ഒരു ബട്ടറൊക്കെ കഴിക്കുമ്പോൾ ഉള്ള ഒരു ഫീല്, പിന്നെ ചെറുതായിട്ടൊരു മധുരവും, ചെറിയ ഉള്ളിയൊക്കെ കഴിക്കുമ്പോൾ ഉള്ളൊരു ആസിഡിക് ഫീലില്ലേ നമുക്ക് കിട്ടുന്ന ആ ഒരു ഫീല് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. സ്മെല്ലൊന്നും അറിയാൻ പോലുമില്ല, നല്ല കുഴപ്പമില്ലാത്ത സ്മെല്ലാണ്.